السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അള്ളാഹു നമ്മുടെ ദർസ് കബൂൽ ചെയ്യട്ടെ. ഖുലാസയുടെ ദർസും തഫ്സീറും അയ്യുഹൽ വലതും ഒക്കെ ശ്രദ്ധയോടുകൂടെ ധാരാളം പ്രാവശ്യം കേട്ട് എഴുതി വെച്ചൊക്കെ പഠിക്കുന്ന നല്ലവരായ ധാരാളം പഠിതാക്കളുണ്ട്, 100-ലേറെ പഠിതാക്കൾ. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയും പുരോഗതിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമു കൊണ്ട് വലിയ സമാധാനം മനസ്സിന് അല്ലാഹു നൽകട്ടെ. അമൽ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. നമ്മൾ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹം ഷഖീഖുൽ ബൽഖി തങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത 8 ഫായിദകളിൽ 3 ഫായിദയാണ് നമ്മൾ പങ്കുവച്ചത്. 4-മത്തെ ഫായിദ വൽ ഫായിദത്തുർ റാബിഅ, 4-മത്തെ ഫായിദ ഇന്നി റഅയ്തു ബഅദൽ ഖൽഖി, ചില ആളുകളെ ഞാൻ കണ്ടു, യളുന്നു അന്ന ശറഫഹു വ ഇസ്സഹു, അവർ ധരിക്കുന്നു, യളുന്നു അവർ ഭാവിക്കുന്നു, അവർ വിചാരിക്കുന്നു, അന്ന ശറഫഹു അവർക്ക് ലഭിച്ച ശറഫും, വ ഇസ്സഹു അഭിമാനവും, ഫീ കസ്റത്തിൽ അഖ്വാമി വൽ അശാഇർ, കുറേ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നതാണ് അഭിമാനവും അന്തസ്സും എന്നവർ വിചാരിക്കുന്ന കുറേ ആളുകൾ. ഫയതസ്സ ബിഹിം, എന്നിട്ട് അവരെ കൊണ്ട്, ആളുകളെ കൊണ്ട് അഭിമാനിക്കുന്ന കുറേ ദുരഭിമാനികളെ കാണുന്നുണ്ട് ദുനിയാവിൽ. അങ്ങനെ ഉണ്ടല്ലോ. തൻ്റെ പിന്നിൽ കുറച്ച് ആളുകൾ വന്നാൽ പിന്നെ പറയുന്നതിന് അഡ്രസ്സില്ല, ചെയ്യുന്നതിന് അഡ്രസ്സില്ല. എന്ത് തോന്നിയതും വിളിച്ചു പറയാവുന്ന ഒരു മനോഭാവത്തിലേക്ക് ജനങ്ങൾ മാറും. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കുറേ കണ്ടു എന്ന് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയാണ്. വസഅമ ആഖറൂൻ, വേറെ ചിലർ വാദിച്ചു, അന്നഹു ഫീ സർവത്തിൽ അംവാലി വ കസറത്തിൽ ഔലാദ്, ഈ അഭിമാനവും അന്തസ്സൊക്കെ ഉള്ളത് സർവത്തിൽ അംവാൽ, ഒരുപാട് പണം സമ്പാദിക്കുന്നതിലാണ്, വ കസറത്തിൽ ഔലാദ്, ഒരുപാട് മക്കൾ ഉണ്ടാകുന്നതിലാണ്. അവനാരാണ്? ആ ML ആരാ? അതെൻ്റെ മോനാ. മന്ത്രി ആരാ? എൻ്റെ പേരക്കുട്ടിയാ. ഈ ബിൽഡിംഗ് ആരതാ? അതെൻ്റെതാണ്. ഈ ഏക്കറക്കണക്കിന് പറമ്പ്, ഈ ആസ്തികളൊക്കെ ആരുടേതാ? എൻ്റേതാണ്. ഇങ്ങനെ പറയുന്നതിൽ അഭിമാനവും അന്തസ്സും കരുതുന്ന കുറേ ആളുകളുമുണ്ട്. ഫഫ്തഖറൂ ബിഹാ, എന്നിട്ട് അവര് അതിലിങ്ങനെ പവർ നടിക്കുകയാണ്. മക്കൾ എൻ്റെതാണ്, ആ നേതാവ് എൻ്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നടത്ത് നേതാവാണ് എന്ന രൂപത്തിലൊക്കെ സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും പവർ നടിക്കുന്നവർ, ഇങ്ങനെയുള്ള പല ആളുകളെയും ഞാൻ കണ്ടു. വഹസിബ ബഅ്ളുഹും, ചിലർ ധരിക്കുന്നത്, അന്നൽ ഇസ്സ വശറഫ, ഈ അഭിമാനവും അന്തസ്സൊക്കെ ഫീ ഗസ്ബി അംവാലിന്നാസ്, ജനങ്ങളെ സമ്പത്ത് കവർച്ച ചെയ്യുന്നതിലും, വളുൽമിഹിം അവരെ ആക്രമിക്കുന്നതിലും, വസഫ്കി ദിമാഇഹിം അവരുടെ രക്തം ചൊരിക്കുന്നതിലും അഭിമാനം കണ്ടെത്തുന്ന നെതന്യാഹുവിനെ പോലുള്ള ഇസ്രായേലിൻ്റെ ആ അധികാരി, അവരെ പോലുള്ള ട്രംപിനെ പോലുള്ള ആളുകൾ, അവർക്ക് അഭിമാനം തോന്നുന്നത് പാവപ്പെട്ട രാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളെ
ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നത് വലിയ അഭിമാനമായി തോന്നുന്ന ആളുകളാണ്. ഇതൊക്കെ ദുനിയാവിൻ്റെ അവസ്ഥയാണ്. ദുനിയാവിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഞാൻ കണ്ടു. ചിലർക്ക് അഭിമാനവും അന്തസ്സുമായി തോന്നുന്നത് പാവങ്ങൾ ആക്രമിച്ച് കീഴടക്കലാണ്. ചിലർക്ക് അഭിമാനമായി തോന്നുന്നത് കുറേ സമ്പത്തുണ്ടാക്കലാണ്. ചിലർക്ക് അഭിമാനമായി തോന്നുന്നത്, അന്തസ്സായി തോന്നുന്നത്, പ്രൗഢിയായി തോന്നുന്നത് കുറേ മക്കളുടെ സ്ഥാനങ്ങളാണ്, മക്കളുണ്ടാകലാണ്. ചിലർക്ക് അഭിമാനമായി തോന്നുന്നത് ധാരാളം ആളുകൾ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ വേറൊരു വിഭാഗം വഅതഖദത് ത്വായിഫത്തുൻ അന്നഹു ഫീ ഇത്ലാഫിൽ മാലി വ ഇസ്റാഫിഹി വ തബ്ദീരിഹി. വേറൊരു വിഭാഗം വഅതഖദത് ത്വായിഫത്തുൻ, വേറൊരു വിഭാഗം വിശ്വസിക്കുന്നു, അന്നഹു, അഭിമാനവും അന്തസ്സൊക്കെ, ഫീ ഇത്ലാഫിൽ മാലി, സമ്പത്ത് ഇങ്ങനെ നശിപ്പിക്കുക, വ ഇസ്റാഫിഹി, ധൂർത്ത്, വ തബ്ദീരിഹി, അമിതവ്യയം, ഇങ്ങനെ സമ്പത്ത് കുറേ ഉണ്ടാക്കുകയും അതിങ്ങനെ ധൂർത്തടിക്കുകയും ചെയ്യുന്നത് അഭിമാനമായി തോന്നുന്ന ആളുകളെയും, ഇങ്ങനെ 4 വിഭാഗത്തെയാണ് ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിലാണ് അഭിമാനം തോന്നുന്ന ആളുകളെ ഞാൻ കണ്ടപ്പോ ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, ബഹുമാനപ്പെട്ടവർ പറയാ, ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് അള്ളാഹുവിൻ്റെ വചനമാണ്. ഏതാണ് അള്ളാഹുവിൻ്റെ വചനം? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവർ, ഏറ്റവും സ്ഥാനമുള്ളവർ, ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്ത്, അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. നിങ്ങളിൽ സമ്പത്തുള്ളവരൊന്നല്ല, സ്ഥാനമുള്ളവർ തഖ്വയുള്ളവരാണ്. ഇതാണ് അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫഖ്തർതു തഖ്വ, തഖ്വയെ ഞാൻ തിരഞ്ഞെടുത്തു. വഅതഖത്തു അന്നൽ ഖുർആന ഹഖ്ഖുൻ സാദിഖുൻ, ഖുർആൻ വെറുതെ പറയില്ലല്ലോ, സത്യസന്ധമായ വചനങ്ങളാണല്ലോ ഖുർആൻ. അതുകൊണ്ട് ഞാനത് ഉറച്ചു വിശ്വസിച്ചു. വലന്നഹും വഹുസ്ബാനഹും കുല്ലഹാ ബാത്തിലുൻ സാഇൽ, നേരത്തെ പറഞ്ഞ ആളുകളുടെ ധാരണകളൊക്കെയും ബാത്തിലാണ്, നിരർത്ഥകമാണ്, നീങ്ങിപ്പോകുന്നതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. അതൊക്കെ അല്പായുസേ ഉണ്ടാവുള്ളൂ. ആ ആളുകൾ ഇങ്ങോട്ട് നമ്മളെ കൂടെ ഉണ്ടാകും. കുറച്ച് കഴിഞ്ഞ് നമ്മളെ പ്രതാപം നഷ്ടപ്പെടുമ്പോൾ, നമ്മളെ അധികാരം നഷ്ടപ്പെടുമ്പോൾ, നമ്മളെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഒരു ബാക്കിൽ ഉണ്ടാവില്ല. സമ്പത്ത് കണ്ട് ബാക്കിൽ കൂടിയവരുണ്ടാകും, ആരോഗ്യം കണ്ട് ബാക്കിൽ കൂടിയവരുണ്ടാകും. അത് സമ്പത്ത് പോയാൽ പോവും, ആരോഗ്യം പോയാൽ പോവും. അതാണ് ഞാൻ വിശ്വസിച്ചത്. എത്ര ക്ലിയറായി! ഞാൻ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയാണ്, 4ാമത്തെ ഫായിദയാണിത്. ഇതുപോലെ എത്ര കൊല്ലം ചെലവഴിച്ചാലും ഇങ്ങനൊരു ബോധത്തിലേക്കൊരു മനുഷ്യൻ എത്തണമെങ്കിൽ എത്ര പണിയുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ വലിയ സമ്പത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നെളിയണ്ട, ആളുകൾ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പവർ നടിക്കണ്ട. ഇതൊക്കെ ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കുമ്പോൾ അള്ളാഹു ഇതൊക്കെ തന്നാൽ വലിയ സന്തോഷം. ഇതൊന്നും കേടല്ല. തഖ്വ പ്രധാനമായി തഖ്വ ഉണ്ടായിട്ട്, തഖ്വ കണ്ട് ഒരു മനുഷ്യന്റെ കൂടെ, ഒരു പണ്ഡിതന്റെ കൂടെ, ഒരു അധികാരിയുടെ കൂടെ ഒരാൾ കൂടിയാൽ ഓൻക്ക് അത് പ്രശ്നമില്ല. നേരെ മറിച്ച് തഖ്വയാകുന്ന സ്വഭാവമില്ലാതെ, തഖ്വയില്ലാതെ ഇതിൻ്റെ പേരിൽ മാത്രം കൂടിയാൽ ഓലൊക്കെ പോകും. തഖ്വയാണ് മാനദണ്ഡം. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദതി. അദ്കിയയിൽ അദ്കിയ പൂർത്തിയായി ഓതിയതാണല്ലോ, നമ്മളെ തുടങ്ങിയത് അദ്കിയയാണ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദതി, എല്ലാ വിജയത്തിൻ്റെയും അടിത്തറ തഖ്വയാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി 5ാമത്തെ ഫായിദ, വൽ ഫായിദത്തുൽ ഖാമിസ, 5ാമത്തെ ഫായിദ, ഇന്നി റഅയ്തു നാസ, ജനങ്ങളെ ഞാൻ കണ്ടു, യദുമ്മു ബഅ്ളുഹും ബഅ്ളാ, ചിലരെങ്ങനെ ആക്ഷേപിക്കുന്നു, വയഗ്താബു ബഅ്ളുഹും ബഅ്ളാ, ചിലരെങ്ങനെ കുറ്റം പറയുന്നു, ഗീബത്ത് പറയുന്നു. ഫവജത്തു ദാലിക
ഞാൻ എത്തിച്ചു ദാലിക ഇതുണ്ടാകുന്നത് മിനൽ ഹസദി ഫിൽ മാലി വൽ ജാഹി വൽ ഇൽമി, അറിവിലും സ്ഥാനത്തിലും സമ്പത്തിലൊക്കെ അസൂയുള്ളത് കൊണ്ടാണ് ഈ കുറ്റം പറച്ചിലും ഈ ഗീബത്ത് പറയലൊക്കെ. ഓൻക്ക് ഇൽമുള്ളത് മറ്റാൾക്ക് കണ്ടൂടാ, അതുകൊണ്ടാണിത് പറയുന്നത്. സമ്പത്തുള്ളത് മറ്റാൾക്ക് കണ്ടൂടാ, കണ്ണുക്കടിയാണ്. അതുപോലെ അധികാരമുള്ളത് മറ്റാൾക്ക് പ്രതിപക്ഷത്തിന് പറ്റാത്തത് കൊണ്ടാണ് പ്രതിപക്ഷം കുറ്റം പറയുന്നത് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഫതഅമ്മൽതു, അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഫീ ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ വാക്കിൽ. ഏതാണ് അല്ലാഹുവിൻ്റെ വാക്ക്? നഹ്നു ഖസംനാ ബൈനഹും, നമ്മളാണ് അവർക്കിടയിൽ വീതിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയാണ്, മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ മഈശത്ത്, ജീവിക്കാൻ ആവശ്യമായതൊക്കെ വീതിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫഅലിംതു അന്നൽ ഖിസ്മത, അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഞാൻ മനസ്സിലാക്കി, അന്നൽ ഖിസ്മത കാനത്ത് മിനല്ലാഹി തആല ഫിൽ അസൽ, ഈ ഖിസ്മത്ത് അല്ലാഹു നേരത്തെ കണക്കാക്കിയതല്ലേ. എനിക്കെത്ര ഇൽമു വേണം, എനിക്കെത്ര സ്ഥാനം വേണം, ഞാൻ എവിടൊക്കെ എത്തണം എന്നുള്ളതൊക്കെ അല്ലാഹു കണക്കാക്കിയതല്ലേ. പിന്നെ ഞാൻ എന്തിനാ അസൂയ വെക്കുന്നത്? എനിക്കങ്ങനെ കണക്കില്ല, മറ്റോൻക്കാണ് മുഖ്യമന്ത്രിയാകാനുള്ള കണക്ക്, മറ്റോൻക്കാണ് അല്ലാഹു കണക്കാക്കിയത് എന്ന് വെക്കുമ്പോൾ എവിടെ അസൂയക്ക് സ്ഥാനം? ഹാത്തിമുൽ അസ്വമിൻ്റെ ചിന്ത പോകുന്നത് നോക്കണം. ഫമാ ഹസത്തു അഹദൻ, അതുകൊണ്ട് എനിക്കൊരാളോടും അസൂയ വന്നില്ല. വറളീതു ബിഖിസ്മത്തില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ആ വലിയ കിസ്മത്തിൽ ഞാൻ സന്തുഷ്ടനായി, ഞാൻ തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്കാരോടും അസൂയ തോന്നിയില്ല. കാരണം മറ്റൊരാൾക്ക് നല്ല ഇൽമുണ്ടായപ്പോൾ അത് അല്ലാഹു ഓൻക്ക് കണക്കാക്കിയിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ, എനിക്കത് കണക്കാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഒരാൾ വലിയ സമ്പന്നനായി ഇങ്ങനെ വിതരണം ചെയ്യുന്നു ക്യാഷൊക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? അല്ലാഹു നമുക്കത് വിധിച്ചിട്ടില്ല, ഓൻക്കാ വിധിച്ചത്. അല്ലെങ്കിൽ ഓൻക്ക് നല്ല വാഹനം കിട്ടിയപ്പോൾ നമുക്ക് ഇങ്ങനെ അസൂയ. എന്താണ് ഓൻ്റെ വാഹനം? മറ്റുള്ളവർക്കൊക്കെ ശല്യമായിട്ട് ചെറിയ റോട്ടുമ്മ കൂടി പോയിട്ട് വലിയ ശല്യം ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. ഓൻക്കുള്ള വഴിയിലൂടെയല്ലേ ഓൻക്ക് പോകാൻ പറ്റൂ. അങ്ങനത്തെ വാഹനം എനിക്ക് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല, അല്ലാഹു കണക്കാക്കിയിട്ടില്ല, അല്ലാഹു വീതം വെച്ചിട്ടില്ല. പിന്നെന്തിന് ഞാൻ അസൂയപ്പെടണം? അങ്ങനെ ഏതേത് വിഷയങ്ങൾ മറ്റുള്ളവരിൽ നമുക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ, സമ്പത്തിലോ സന്താനങ്ങളിലോ അതുപോലെ ഇൽമിലോ പ്രതാപത്തിലോ അധികാരത്തിലോ ചൊറുക്കിലോ ഏതിലെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ, എനിക്കില്ലാതെ ഓനക്ക് കിട്ടി, അതാണല്ലോ പ്രശ്നമുള്ളത്. അതുകൊണ്ട് ഓനെ കുറ്റപ്പെടുത്തേണ്ട. കാരണം അല്ലാഹു ഓനക്ക് കണക്കാക്കി, എനിക്ക് കണക്കാക്കിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ അല്ലാഹു കണക്കാക്കിയെ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ അസൂയ എന്ന വലിയ രോഗം ഇല്ലാതെയാവും. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.